ഓഗസ്റ്റ് മാസം 26-27 തീയതികളിൽ നിരവധി മാധ്യമങ്ങളിൽ ഒരു പ്രധാന വാർത്ത വന്നിരുന്നു. റഷ്യൻ എയർബേസിൽ നിർത്തിയിട്ടിരുന്ന 4 Su-30 വിമാനങ്ങളും ഒരു MiG-29 നശിപ്പിച്ചു എന്ന വാർത്തയാണ് വന്നിരുന്നത്. അതിന്റെ കാരണം 16 ഡ്രോൺസ് ആണെന്ന് പറയപ്പെടുന്നു. 16 ഡ്രോൺസ്, 5 വിമാനങ്ങൾ സാധാരണ കാർഡ്ബോർഡ് ഡ്രോൺസ് ആണെന്ന് പറയുന്നു. ഇത് ഉക്രൈനെ സംബന്ധിച്ച് വളരെ വലിയൊരു വിജയമായിരുന്നു. ഈ സമയം മുതൽ ഉക്രൈന്റെ കൗണ്ടർ ഒഫൻസീവ് വിജയകരമായി എന്ന് ലോകരാജ്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങി. കാർഡ്ബോർഡ് ഡ്രോൺ വെച്ച് ഉക്രൈൻ റഷ്യയുടെ എയർഫോഴ്സിൽ വളരെ വലിയ ഒരു ആക്രമണം നടത്താൻ പറ്റുമെങ്കിൽ ഈ ലോകരാജ്യങ്ങൾ എന്ത് പഠിക്കണം? അടുത്ത 5 മുതൽ 10 വർഷത്തേക്ക് ഈ ലോകത്തിൽ യുദ്ധം നടക്കുന്നുവെങ്കിൽ ആ യുദ്ധങ്ങളുടെ ഒരു ട്രെയിലറാണ് ഈ റഷ്യ ഉക്രൈൻ യുദ്ധം എന്ന് പറയാം. റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ഉപയോഗിക്കുന്ന ഡ്രോൺസ്, ആയുധങ്ങൾ അടുത്ത 5-6 വർഷത്തിൽ ഉപയോഗിക്കാൻ പോകുന്നു. ഇതിൽ നമ്മുടെ രാജ്യം അല്ലെങ്കിൽ പുറരാജ്യങ്ങൾ സെൽഫ് സസ്റ്റൈനബിൾ ആയിരിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ആ രാജ്യം തന്നെ ഉറപ്പാക്കണം. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ വിദ്യാർത്ഥികൾ, നമ്മുടെ യങ്സ്റ്റേഴ്സ് ഈ കാർഡ്ബോർഡ് ഡ്രോണിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. അതാണ് ഇന്നത്തെ വീഡിയോ. വോയിസ് ഓഫ് വിക്കിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓസ്ട്രേലിയയ്ക്കും ഉക്രൈനും മധ്യേ ഒരു ഡീൽ നടക്കുന്നു. ആ ഡീൽ $20 മില്യൺ ഡീലാണ്. ഈ $20 മില്യൺ ഓസ്ട്രേലിയ ഉക്രൈന് ഡ്രോൺ രൂപത്തിൽ തരാമെന്ന് പറയുന്നു. ഓസ്ട്രേലിയയുടെ പക്കൽ ഇത്രയും വലിയ ഡ്രോൺ ഉണ്ടോ എന്ന് എല്ലാവരും ആവേശത്തോടെ നോക്കുമ്പോൾ ഓസ്ട്രേലിയ പറയുന്നു ഇത് ചെറിയ ടൈപ്പ് ഡ്രോൺ ആണ്, അത്ര വലിയ ഡ്രോൺ അല്ല. കൂടാതെ ഇത് സ്വയം അസംബിൾ ചെയ്യാനും പറ്റും. സ്വയം അസംബിൾ ചെയ്യാൻ പറ്റുന്ന ഡ്രോൺ എന്ന് പറയുമ്പോൾ അത് വെച്ച് നിരീക്ഷണം മാത്രമല്ലേ ചെയ്യാൻ പറ്റുകയുള്ളൂ, ആക്രമണം നടത്താൻ പറ്റില്ലല്ലോ എന്ന് ചോദിക്കുന്നവർക്ക് മധ്യേ ഓസ്ട്രേലിയ കൊടുത്ത ഈ ഡ്രോൺസ് വെച്ചാണ് റഷ്യൻ എയർബേസിൽ ഒരു ആക്രമണം നടത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ ഡ്രോണിനെ കുറിച്ചാണ് ഇപ്പോൾ എല്ലാവരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഡ്രോണിന്റെ പേര് കോർവോ PPDS. PPDS എന്ന് പറഞ്ഞാൽ പ്രിസിഷൻ പേലോഡ് ഡെലിവറി സിസ്റ്റം. ഈ PPDS എന്നത് കാഴ്ചയിൽ വളരെ ചെറുതാണ്, പക്ഷേ ഒരു കാർഡ്ബോർഡ് മടക്കി വെച്ചിരിക്കുന്നത് പോലെ ഇരിക്കും. അങ്ങനെ ഡ്രോൺസിന് ആവശ്യമായ പാർട്സ് എല്ലാം എടുത്ത് അസംബിൾ ചെയ്ത് ഒരു മോട്ടോർ കൂടി പിടിപ്പിച്ചാൽ കാർഡ്ബോർഡ് ഡ്രോൺ തയ്യാർ. അത് തന്നെയാണ് ഈ കോർവോ PPDS. ഈ കോർവോ PPDS എന്ന കാർഡ്ബോർഡിന്റെ വില $670 മുതൽ $3350 വരെ ആയിരിക്കുമെന്ന് പറയുന്നു. ഈ $3350 $4000 എന്ന് റൗണ്ട് ചെയ്ത് നോക്കിയാൽ തന്നെ 3 ലക്ഷം രൂപ വില വരും. 3 ലക്ഷം രൂപ വിലയുള്ള സ്വയം അസംബിൾ ചെയ്യാൻ പറ്റുന്ന, അതും മിലിറ്ററി ഗ്രേഡ് ഉള്ള ഒരു ഡ്രോൺ. സാധാരണ ഈ ഒരു ഡ്രോൺ എന്ന് പറയുമ്പോൾ വലിയ ഡ്രോൺസിനൊക്കെ ഇതിന്റെ 10 മടങ്ങ് വില വരും. ഓയിൽ ഫിൽട്ടർ, അമേരിക്ക കൊടുക്കുന്ന ബ്രാഡ്ലി ഇൻഫാൻട്രി വെഹിക്കിൾ ഉണ്ടല്ലോ, അതിന്റെ ചെറിയൊരു ഉപകരണമാണ് ഈ ഓയിൽ ഫിൽട്ടർ. ഈ ഓയിൽ ഫിൽട്ടറിന്റെ റേറ്റ് തന്നെ $10,000 ആണെന്ന് പറയപ്പെടുന്നു. ഒരു ഓയിൽ ഫിൽട്ടർ വാങ്ങുന്ന വിലയിൽ ഉക്രൈൻ 3-4 ഡ്രോൺസ് വാങ്ങിക്കും. ഈ കോർവോ PPDS എന്നത് അസംബിൾ ചെയ്യേണ്ട ഫിക്സ്ഡ് വിങ് ഉള്ള ഒരു ഡ്രോൺ ആണ്. ഈ ഡ്രോണിന് 3 കിലോഗ്രാം വരെ ഭാരമുള്ള എക്സ്പ്ലോസീവ് വഹിച്ചു കൊണ്ടുപോകാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഈ ഡ്രോൺ നിർമ്മിച്ചത് സിപ്പാക് എന്ന ഓസ്ട്രേലിയൻ കമ്പനിയാണ്. സിപ്പാക് എന്ന കമ്പനി നിർമ്മിച്ച കോർവോ PPDS വെച്ചാണ് റഷ്യയുടെ 5 വിമാനങ്ങൾ ഉക്രൈന്റെ SSU, അതായത് സെക്യൂരിറ്റി സർവീസ് ഓഫ് ഉക്രൈൻ, തകർത്തത്. 16 ഡ്രോൺസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അതിൽ 3 ഡ്രോൺസിനെ മാത്രമാണ് റഷ്യക്ക് ഷൂട്ട് ചെയ്ത് വീഴ്ത്താൻ പറ്റിയത്. ബാക്കി 13 ഡ്രോൺസിനെയും ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ആ 13 ഡ്രോൺസും ഉക്രൈനിലേക്ക് തന്നെ തിരിച്ചു വന്നു എന്നും അറിയിച്ചിട്ടുണ്ട്. സിപ്പാക് എന്ന കമ്പനിയുമായി ഓസ്ട്രേലിയൻ ഭരണകൂടം പ്രതിമാസം PPDS എന്ന ഡ്രോൺ ഉക്രൈന് ഡെലിവർ ചെയ്യണമെന്ന എഗ്രിമെന്റിൽ സൈൻ ചെയ്തു. ആ എഗ്രിമെന്റിന്റെ പേരിൽ മാസം 100 ഡ്രോൺസ് വെച്ച് സിപ്പാക് അയച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നു. അത് മാത്രം പോരാ, ഇനിയും ഈ കൗണ്ട് വർദ്ധിപ്പിക്കണമെന്ന് ഉക്രൈൻ ഭരണകൂടവും അറിയിച്ചിരിക്കുന്നു. വിലക്കുറവാണ്, സ്വന്തമായി അസംബിൾ ചെയ്യാൻ പറ്റുന്നുണ്ട്, റഷ്യയെ നല്ല രീതിയിൽ ആക്രമണം ചെയ്യാനും സാധിക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ കാർഡ്ബോർഡ് ഡ്രോണിന്റെ ആവശ്യകത വർദ്ധിക്കും. ഈ വർഷം ആരംഭത്തിൽ തന്നെ 500 PPDS ഓസ്ട്രേലിയ ഉക്രൈന് കൊടുത്തിരുന്നു. അതിനുശേഷമാണ് പ്രതിമാസം 100 എന്ന കണക്കിൽ വരുന്നത്. ഇപ്പോൾ 100 പോരാ, 300-400 പ്രതിമാസം തരാൻ പറ്റുമോ എന്ന അഭ്യർത്ഥനയാണ്
ഉക്രൈൻ നടത്തിയിരിക്കുന്നത്. ഇങ്ങനെയൊരു അഭ്യർത്ഥന നടത്തിയിരിക്കുന്നത് കൊണ്ട് യുകെയുടെ ഒരു കമ്പനിയുണ്ട്, ടാങ്കിൾവുഡ് ഗ്രൂപ്പ്സ്. ഈ ടാങ്കിൾവുഡ് ഗ്രൂപ്പ്സിലുള്ളവരും സിപാക് എന്ന കമ്പനിയുമായി അടുത്ത ഒരു എഗ്രിമെന്റിൽ സൈൻ ചെയ്തു. യുകെ പൊതുവെ ഉക്രൈനെ വളരെ വലിയ രീതിയിൽ സഹായിക്കുന്ന ഒരു രാജ്യമാണ്. സോ ഈ ടാങ്കിൾവുഡ് ഗ്രൂപ്പ്സ് എന്ന കമ്പനി സിപാക് എന്ന കമ്പനിയിൽ നിന്നും ഈ ഡ്രോൺസ് അസംബിൾ ചെയ്യാനുള്ള അല്ലെങ്കിൽ ഡ്രോൺസ് നിർമ്മിക്കാനുള്ള സാങ്കേതിക വിദ്യയൊക്കെ ട്രാൻസ്ഫർ ചെയ്ത് യുകെയിൽ തന്നെ ഡ്രോൺസ് നിർമ്മിച്ച് അത് ഉക്രൈന് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഈ ഡീലാണ് ഇപ്പോൾ എല്ലാവരും ഹോട്ട് ടോപ്പിക്കായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ PPDS എന്ന ഡ്രോണാണ് റഷ്യക്ക് ഇപ്പോൾ മരണഭയം കാണിക്കുന്ന ഡ്രോണായി എല്ലാവരും കണക്കാക്കുന്നത്. ഇതൊരു ലഘുവായ ഡ്രോൺ ആണെന്ന് പറഞ്ഞിരുന്നല്ലോ. കൂടാതെ ഇതിന്റെ ബോഡി ഫുള്ള് കാർഡ്ബോർഡ് കൊണ്ടാണ് നിർമ്മിച്ചത് എന്നും പറഞ്ഞിരുന്നു. കാർഡ്ബോർഡ് എന്ന് പറയുമ്പോൾ വാക്സ്ഡ് കാർഡ്ബോർഡ് ആണ്. വാട്ടർ പ്രൂഫ് ആയിരിക്കാൻ വേണ്ടിയാണ് വാക്സ്ഡ് കാർഡ്ബോർഡ് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് പറയുന്നവർക്ക് മധ്യേ ഇതൊരു ഫൈബർ ആണ്, അത് ഞങ്ങൾ ഉപയോഗിച്ചു എന്ന് പറയുന്നവരുമുണ്ട്. പക്ഷേ ഇത് തീർച്ചയായും വില കുറഞ്ഞ മെറ്റീരിയൽസ് വെച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. കൂടാതെ ഇതിന്റെ സ്പീഡ് ഒരു മണിക്കൂറിൽ 35 മൈൽസ് പെർ അവർ ആണെന്നും പറയുന്നു. 100 കിലോമീറ്റർ റേഞ്ചിൽ പറക്കാൻ കഴിവുള്ളതാണെന്നും പറയുന്നുണ്ട്. സോ 100 കിലോമീറ്റർ 3 കിലോഗ്രാം ഭാരമെടുത്ത് ഈ ഡ്രോൺ പറക്കുന്നു. അങ്ങനെ പറക്കുന്നതിനിടയിൽ വിമാനങ്ങളെ ഐഡന്റിഫൈ ചെയ്യും. അതിനുശേഷം കൊണ്ടുവന്ന പേലോഡ് വിമാനങ്ങളുടെ പുറത്തു കൊണ്ടിടും. ഈ പേലോഡ് എന്നത് സ്ഫോടക വസ്തുവാണ്. ആ പേലോഡ് താഴെ വീണയുടൻ വിമാനങ്ങൾ തവിടുപൊടിയായി മാറി. പക്ഷേ റഷ്യക്ക് നഷ്ടമെന്നത് ഒരു വിമാനം പല മില്യൺ അമേരിക്കൻ ഡോളർ ആയിരിക്കും. പക്ഷെ ഉക്രൈന് നഷ്ടമാകുന്നത് വെറും $600 മുതൽ $3000 വരെ ആയിരിക്കും. ഇപ്പോൾ മനസ്സിലായോ നമ്മുടെ യങ്സ്റ്റേഴ്സ്, നമ്മുടെ സ്റ്റുഡൻസ് ഈ ഒരു ഡ്രോണിനെ കുറിച്ച് എന്തുകൊണ്ട് പഠിച്ചിരിക്കണമെന്ന് ഞാൻ പറഞ്ഞുവെന്ന്? ഇതാണ് ഭാവി. ഇതേപോലെ വിലക്കുറവോടെ നമ്മുടെ രാജ്യത്തിന് വേണ്ടി, നമ്മുടെ മിലിറ്ററി ആവശ്യങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെയും ചെയ്ത് പഠിച്ച് അത് പ്രൊമോട്ട് ചെയ്യാനും നമ്മുടെ ഭരണകൂടവും തയ്യാറാകണം. സ്റ്റുഡൻസിനൊക്കെ വളരെ ഈസി ആയിട്ട് ചെയ്യാം. ഒരു DIY പോലെയാണ്, ഡു ഇറ്റ് യുവർ സെൽഫ് മെത്തേഡ് ഉണ്ടല്ലോ. അതുപോലെ തന്നെ കുറച്ച് സ്റ്റിക്സ് എടുക്കുക, കുറച്ച് കാർഡ്ബോർഡ് എടുക്കുക, കുറച്ച് ഗം എടുക്കുക, ഒരു മോട്ടോർ വേണം, ഒരു റിമോട്ട് കൺട്രോൾ വേണം. ഇത്രയേ ഉള്ളൂ. എന്തുകൊണ്ട് നമുക്ക് ചെയ്തുകൂടാ? തീർച്ചയായും നമുക്കും ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്ക് വേണ്ടത് അത് ചെയ്യാനുള്ള വിൽ പവർ ആണ്. അടുത്തത് യുകെയുടെ BAE സിസ്റ്റം. ഈ BAE സിസ്റ്റം ഉക്രൈനുമായി ഒരു എഗ്രിമെന്റിൽ സൈൻ ചെയ്തിരുന്നല്ലോ. ഉക്രൈനിൽ തന്നെ ഒരു ഫാക്ടറി ആരംഭിക്കാൻ പോകുന്നു. ആ ഫാക്ടറിയിൽ L119 M777 ആർട്ടിലറി സിസ്റ്റം, CV90 ഇൻഫാൻട്രി ഫൈറ്റിംഗ് വെഹിക്കിൾ ഇതെല്ലാം ഉക്രൈനിൽ വെച്ച് തന്നെ റിപ്പയർ ചെയ്ത് ഉക്രൈനിൽ വെച്ച് തന്നെ നിർമ്മിച്ചു തരാം എന്ന് പറഞ്ഞിരുന്നല്ലോ. ആ ഡീലിന്റെ കൂടെ ഈ PPDS വരാനും സാധ്യതയുണ്ട്. സോ ഡ്രോൺസ് ആണ് ഈ യുദ്ധത്തെ അടുത്ത ഘട്ടത്തിലേക്ക് നീക്കാൻ പോകുന്നത്. ഷാഹിദ് 136 മുതൽ ഇറാന്റെ ഡ്രോൺസ് വരെ റഷ്യക്ക് സഹായകമായി ഇരിക്കുമ്പോൾ ഓസ്ട്രേലിയയിലെ കളിപ്പാട്ടമായി കരുതിയ ഈ കോർവോ PPDS എന്ന ഈ ഒരു കാർഡ്ബോർഡ് ഡ്രോൺസ് ആണ് ഇപ്പോൾ പ്രധാന വാർത്തയായി മാറിയിരിക്കുന്നത്. സോ ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി ചേർക്കുക. അടുത്ത ടോപ്പിക്കുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.